ശ്രീരാമസന്നിധിയിലേക്കുള്ള ഭരതന്റെ യാത്ര. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു തത്തസുമന്ത്ര നിയോഗേന സൈന്യവും. സത്വരം രാമനെ കാൺമാൻ നടന്നിതു ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും. രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാക്യ പുരംഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകയാ പുത്രേ സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹന്തതാ. ശങ്കിത മാനസനായി വന്നു തന്നുടേ കിങ്കരന്മാരോട് ചൊന്നാനതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാംബരങ്കന ശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം. ധീരംകുമാരംകുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹന്തതാ. ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം. ഉത്താപ്യകാഠമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയവാക്യവും മുക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ. ലോകാലംബന ഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമതോർക്ക നീ. ധന്യനാകുന്നിതോ നീ ഭുവനത്തിങ്കൽ ഇല്ലതീനില്ലൊരു സംശയം മത്സകേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതു. രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ. കാട്ടിത്തരികെന്നു കേട്ടു ഗുഹന്തതാ വാട്ടമില്ലാത്തൊരു സന്തോഷചേതസ. ഭക്തൻ വരദനത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. എത്ര സുപ്തോ നിശീരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാശ്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സകൽ ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധിനി സുവർണതൽപസ്ഥലേ. കോമള സ്നിഗ്ധ ധവളാംബരാശ്രിതേ രാമേണ ശേദേ മഹാസുഖം സാഗതം. ശേദേ കുശമയ വിഷ്ടരേ നുഷ്ടുരേ. ഖേദേന സീതാമതിയാഗ്രജന്മന മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചു. ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ കിൽബിഷകാരിണിയായ കൈകേയിതാൻ. ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ ദീപാവിയാമെന്നെയും ധിക്കരിച്ചീടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാബല്യവും വന്നിതനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കുദാസനാം ആരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ. നിത്യവും സേവിച്ചു കൊൾവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യ തനയനവിടേക്കു വൈകാതെ. ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവൻ എന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ. മംഗലാദേവതാ വല്ലവൻ തങ്കലിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ.
ഗംഗാനദി കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയാ തന്നെ സോദരനോടും യഥാസുഖം. ഇത്തങ്കുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ തർത്തുമമർത്യ തടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ബബാദ്യനി. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിവിധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുധം. അഞ്ജസാകൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായോരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ ഞാൻ മുതാ. ശത്രുഘ്നനോടു ഭരതനെയും മുനി സത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശഭഗ്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തവീത്യാ കടത്തിയിടിനാനാദരാൽ. ഉംബർത്തടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു വൻപടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഗ്രഗോ വൃന്ദപൂർണം വിരോധം വിനാ. സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനുമനുജനുമായുടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം. ഉജ്ജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം. ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജഡവൽക്കലധാരിണം തുഷ്ടേ കലർന്നരുൾ ചെയ്താനിതെന്തിടു. കഷ്ടമിക്കോപ്പുപന്നമല്ലൊട്ടുമേ രാജ്യവും ഭാരിച്ചു നാനാജനങ്ങളാൽ. പൂജ്യനായോരു നീ എന്തിനാ ഇങ്ങനെ വൽക്കലപുഞ്ചടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ. എന്തൊരു കാരണം വൻപടയോടുമാഹന്തവനാന്തരേ വന്നതു ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനും ഇത്തം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ. നിന്തൊരു വെള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേ തപോനിധേ. ഞാനേതുമേയൊന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും. കേകയാ പുത്രിയാ മമ്മദൻ വാക്കായ കാഗോളവേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതി നിപ്പാത പൽപ്പം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദ വാരിജയുഗ്മം ഭജിക്കെന്നിയേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടു കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർന്നിടിനാൻ. ചുംബിച്ചു മൂർധിനി സന്തോഷിച്ചരുളിനാൻ. കിംബഹുനാ വത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാകല കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞുറങ്ങി പുലർകാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണമിനിക്കതീനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായ ദേവിദ്രുതം. ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരവിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിതു. ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും. ഭാവനാ വൈഭവമെത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും
ഭുക്തിപ്രസാദനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നഭ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിനു പണിയുണ്ടനന്ദനും കർമ്മണാശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചു മുമ്പിനാൽ പശ്ചാത് സൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജമന്ദിരേ സുപ്തരായ രമരാവതി സന്നിവേ ഉത്ഥാനവും ജയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ മിത്രമായോരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാതപോതലമണ്ഡലേ കാണാഞ്ഞോരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചിതത്യാദരം കുത്ര വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരുമരുൾ ചെയ്തു ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നീതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പഫലദല പൂർണവല്ലീ തരു ഷഡ്പരമണീയ കാനനമണ്ഡലേ ആമ്രകദളി ബകുള വനസങ്ങൾ ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരപൂഗങ്ങളും കോവിതാരങ്ങളും മേരണ്ട ചമ്പകാശോകദാലങ്ങളും മാലതീജാതി പ്രമുഖ ലതാവലി ശാലികളായ തമാല സാലങ്ങളും ഭൃംഗാദിനാനാവിഹംഗനാദങ്ങളും തുങ്കമാതംഗഭുജംഗ പ്ലവംഗ കുരംഗാദിനാനാ മൃഗഭ്രാതലീലയും ഭംഗ്യാസമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്ര സംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതനതു നേരം മാകരസി പതിഞ്ഞു കാണായി വന്നു സീതാരഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായ ദീശോഭനം പാവനം അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം അങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും ദദാ രേണുതൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ ധന്യോഹമിന്നഹോ മുന്നം മയാ കൃതം പുണ്യപൂരം വരം ശ്രീരാമപാദവൽമാഞ്ചിതം ഭൂതല മാരാലെനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ മുഹുരിപ്പാദ പാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേദാവുമീശനും ദേവക ദന്തവും വേദങ്ങളും നാരദാദിമുനികളും ഇത്തമോർത്തത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായ ആനന്ദബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരമിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതമിന്ദിര മന്ദിരോരസ്ഥലം മിന്ദ്രാവരജമിന്ദീവരലോചനം ദുർവാദള നിവശ്യാമളങ്കോമളം പൂർവജം നീലനളിനദളേക്ഷണം രാമം ജടാമകുടംബൽക്കലാംബരം സോമബിംബാവപ്രസന്നവക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനമനാവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിത പാദപങ്കേരുഹം ലക്ഷണാലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷോ വിചക്ഷണം ചക്ഷുശ്രവണ പ്രവരവല്യംഗകം
കുക്ഷിസ്ഥിതാനേക പത്മജാണ്ടംബരം കാരുണ്യപൂർവം ദശരഥ നന്ദന ആരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാഗ്മനവനെയും ശത്രുഘ്നെയും മോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരവി വത്സങ്ങളുമണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയെ വരദാഗ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനുമതി ഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലം അഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയോ മാർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശിഷ്യ ശിരസി മുകർന്നുടൻ ആരൂഢമോദം മുലയും ചുരന്നു തഥാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകി തന്നെയും ഗാഠമാശിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാവശിഷ്ടം സാഷ്ടാംഗമാറുടൻ നെത്വാരകൂത്തമനാശു ചൊല്ലിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതെന്നോടു ചൊല്ലിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠതാദോദന്തമാശുകൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പൂക്കാനറിക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചേർ വിലവിച്ചിതേറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ ഭാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ ഹാതാതമാം പരിത്യജ്യ വിധിവശാൽ ഏതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ ഹാഹാഹദോഹമനാദോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിതാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ മന്ദാകിനിയിൽ ഇറങ്ങിക്കുളിച്ചവർ മന്ദേതര മുദക ക്രിയയും ചെയ്താർ പിണ്ടം മധു സഹിതോങ്കുതീത സൽഫലം പുണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതോ മധു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി കേദേന പിണ്ടദാനാനന്തരന്തതാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാനാദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചു തുസന്ധ്യയും ബന്ധിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. ഭരതരാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമക വാക്യം ജവിതന്നു കേൾക്കണം. ഉണ്ടടിയേനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്ക വേണമഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുലദന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം. അത്ഭുത വിക്രമാനാഥ പ്രസീദമേ. മാതാ
മാതാവു തന്നെ ദുഷ്കൃതം താപക ചേതസി ചിന്തിക്കരുതുദയാനിതേ പ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമരുൾ ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്താപ്യക രാഘവൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ മദ്വാക്യമത്ര കേട്ടാലും കുമാര നീ മത്വയോക്തം മയാ തത്തദൈവ ശ്രുതം താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഈ താത നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ ശ്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതി മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി വർത്താ പിതാ നാരീജീതനല്ല കാമ്യവുമല്ല മൂടാത്മാവുമല്ല കേൾ താതന സത്യഭയം കൊണ്ടു ചെയ്തതീനേതുമേ ദോഷം പറയരുതോർക്ക നീ സാധുജനങ്ങൾ നരകത്തിലൂ മതി ഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടതീ സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിന്നതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പാൻ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കുഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ ത്വൽബോധനാർത്ഥം നയനാന്ത സംജയ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ മൂടനായിടല കേൾക്ക നീയെങ്കിലോ ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമര സോത്ഭവനർത്തിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക നീ വഴി പോലെ രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടിതു രാഘവൻ മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമനെ ദേവനിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണ പുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പൊക്കു വസിക്ക നീ വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയോ മീരേഴു സംവത്സരാവതോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തങ്കുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാരകൂതമാ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം പാതുകാം ദേഹി രാജേന്ദ്രരാജായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ താപദേവാനാരദം ഭജിച്ചിടുവാൻ ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൾത്താരടികളിൽ ചേർത്ത മിതിയടി ഭക്തിമാനായ വരദനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമ രത്നവിഭൂഷിത പാതുകം ഉത്തമാംഗേ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്തായ വന്ദിച്ചു ചൊന്നാൻ സകൽഗതം മന്യുബ്ധപൂർണേ പ്രഥമദിനേ ഭവാൻ
വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസമുഷസി ജ്വലിപ്പിച്ച വന്യയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോട് ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതീനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും പ്രാതാവുമാചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുൻപിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിൻപേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയി താനും സുതാനുപാതം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുപാതേന നാലങ്കപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമമൻപോട് പൊക്കിയതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകാം വെച്ചു സിംഹാസനെ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേ വാണോരനന്തരം. ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങളയോധ്യയിൽ നിന്നു വന്നിത്തുമിവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബന്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ദരിത്രേ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അത്യാശ്രമ പ്രവേശം. അത്രി തന്നാശ്രമം പൂക്കൂ മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യധന്യോസ്മി മഹാമുനെ ശ്രീമൽപദന്തപ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്യുതം. ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലെഴുമെന്നുടെ പത്നിയുണ്ടത്രകേൽ എത്രയും വൃദ്ധ തപസ്സിനിമാരിൽ വച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന. പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനക നൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരീകരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാബല്യമോർക്ക നീ വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിടിനാൾ. നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതുമുത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലവൻ തന്നോടും. ചെന്നു മഹാരാജധാനിയകം ബുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്കെന്നയച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതാ തുഷ്ടി കലർന്നു തപോധനനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹു നാരായണനായതെന്നറിഞ്ഞേനഹം. നിന്മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു കാരണം. ഇത്തരമത്രേ മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്ര ഉപസിച്ചു രഘുനാഥനും. ദേവനുമാദേവിയോടരുൾ ചെയ്തിതീ ദേവമെന്നാൽ കിളിപ്പൈതലക്കാദമേ. അധ്യാത്മരാമായണി ഉമാമഹിർ സമ്പാദ്യ അയോധ്യാകാണ്ഡം സമാപ്തം.